ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനങ്ങളെ ആമുഖമായി അറിയിക്കുന്നു. ഈ ഒരു പ്രഭാത ജാഗരണ ശുശ്രൂഷ അനേക മാനവ ഹൃദയങ്ങളിൽ മാറ്റത്തിലേക്ക് അവരെ നയിക്കുന്നതായി അറിയുവാൻ കഴിയുന്നുണ്ട്. സ്വദേശത്തും വിദേശത്തുമായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനങ്ങളെ അർപ്പിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് വായിച്ചു കേൾപ്പാനുള്ളത് ആരോഗ്യത്തിന് മാത്രമല്ല വിശുദ്ധിക്കായും ലക്ഷ്യമിടുക. അതിന്റെ മനപ്പാഠവാക്യം നമുക്ക് നൽകിയിരിക്കുന്നത്, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുകയും. റോമർ 12:1. നമുക്കറിയാം, ലോകവ്യാപകമായി നാം ഇന്ന് കണ്ണോടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന എല്ലാ ഇതര സ്ഥലങ്ങളിലേക്കും നാം നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയാത്തത് അസംതൃപ്തിയുടെയും അശാന്തിയുടെയും സന്തോഷമില്ലായ്മയുടെയും പൂർണ്ണമായ ഒരു സംതൃപ്തമില്ലാത്ത ഈ ലൗകിക ലോകത്തിലാണ് മനുഷ്യരാശി ഒന്നടങ്കമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എവിടെ നോക്കിയാലും ആരാധനയുടേതായ യാതൊരു പ്രത്യേകതകളും ലോകത്തിൽ കാണുവാൻ തക്കോണം സാധ്യമാകുകയില്ല. നാം മനപ്പാഠവാക്യത്തിൽ വായിച്ചതുപോലെ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയെന്ന ദൈവത്തിന്റെ വചനം അസന്നിഗ്ധമായി വെളിപ്പെടുത്തുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുകയാണ്. നമുക്കറിയാം, ആരോഗ്യം എന്ന് പറയുന്നത് ഒരു മകൻ സമ്പത്താണ്. ആരോഗ്യമില്ലാത്ത ജീവിതം, ആരോഗ്യമില്ലാത്ത ശരീരം, ആരോഗ്യമില്ലാത്ത മനസ്സ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ അതിന് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് നമുക്കറിയാം, അനേക സാംക്രമിക രോഗങ്ങളുടെ കൂത്തരങ്ങായി ഈ ലോകം മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥമായി ഈ രോഗങ്ങളെല്ലാം പ്രസക്തമായ കാരണമെന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ പാപമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പാപത്തിന്റെ ശമനമാണ് രോഗവും മരണവും എന്ന് നമുക്ക് എല്ലാ നിലയിലും മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ദൈവത്തെ ശരിയായ നിലയിൽ അറിയേണ്ടതായ ജനം, ദൈവത്തെ ശരിയായ നിലയിൽ ഗ്രഹിക്കേണ്ടതായ ജനം, ദൈവത്തെ ശരിയായ നിലയിൽ ജീവിതത്തിൽ പ്രാപിക്കേണ്ടതായ ജനം ദൈവത്തെ യഥാർത്ഥമായി ശരിയായ നിലയിൽ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും അധമമായ ഒരു സാഹചര്യമെന്ന് കാണുവാൻ തക്കോണം സാധിക്കും. ഇതിനെ എങ്ങനെയാണ് നമുക്ക് മാറ്റിയെടുക്കുവാൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ച് വളരെ കൂലനിഷ്ഠമായി ചിന്തിക്കുന്ന ഒരു മാനവ സമൂഹം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. കാരണം ബൈബിളിൽ പറയുന്ന ഒരു വാക്യം വളരെ പ്രശംസനീയമാണ്. ഒരു ശേഷിപ്പും മടങ്ങി വരും, യാക്കോബ് വീരനാം ദൈവത്തിലേക്ക് മടങ്ങി വരും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നത്തെ ലോകത്തിന് പറ്റിപ്പോയത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വളരെ ആധികാരികമായി ചിന്തിക്കേണ്ട ഒരു നിലയിലേക്ക് കാര്യങ്ങൾ വന്നെത്തുന്നതായി കാണുവാൻ കൊണ്ട് സാധിക്കും. മാനവ സമൂഹം പാപത്തിന്റെ കൂലിയിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് പാപത്തിൻ്റെതായിരിക്കുന്ന അസാന്മാർഗീയത ഏറ്റുവാങ്ങിക്കൊണ്ട് അതേ പാപത്തിൽ നിബന്ധിക്കുന്നതായ ഒരു കാഴ്ചയാണ് ഇന്നത്തെ ലോകത്തിൽ നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കുന്നത്. ഇതിന്റെ പിന്നിലുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പാപത്തിൽ മനുഷ്യൻ വീണ്ടുപോകുവാൻ, മനുഷ്യരാശി വീണ്ടുപോകുവാനുള്ള പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ അനുസരണക്കേടാണ്. നമ്മുടെ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു വാക്ക് പറയുന്നുണ്ട്, ഒബേ ഈസ് ബെറ്റർ ദാൻ സാക്രിഫൈസ്. അനുസരണം യാഗത്തെക്കാളും നല്ലത്. അനുസരണശീലം വളർത്തിയെടുക്കുക എന്നുള്ള മാനവബോധം നഷ്ടപ്പെട്ട ഒരു സമൂഹമായി ഈ സമൂഹം നിബന്ധിക്കുന്നത് കൊണ്ട് ഇന്നത്തെ ലോകത്തിൽ അനേകമായ അസാന്മാർഗീയതയുടെയും അസംതൃപ്തിയുടെയും കൂത്തരങ്ങളായി നമ്മുടെ ലോകം മാറിക്കൊണ്ടിരിക്കുക.
ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ലോക സാഹചര്യങ്ങളെ നമുക്ക് മാറ്റിമറിക്കുവാൻ കഴിയുന്നത്? എങ്ങനെയാണ് ദൈവത്തോട് കൂടുതൽ അടുപ്പം പ്രാപിക്കുവാൻ നമുക്ക് കഴിയുന്നത്? അതിനുള്ള ഒറ്റ മാർഗം, ഇന്ന് നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ മസാനാളിനെ പോലെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. ഞാൻ കുറെ വർഷങ്ങൾ മുൻപ് കേട്ടപ്പോൾ ഒരു ക്ലാസ് എടുത്ത മാത്രയില അന്ന് ക്ലാസ് എടുത്ത സാറ് പറഞ്ഞതായ ഒരു വാക്ക് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. വി ഹാവ് ടു ചേഞ്ച് അവർ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ മനോഭാവം മാറ്റിയെടുക്കണം. മനോഭാവം മാറിയില്ലെങ്കിൽ ഒരു മാറ്റവും ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ പരമാർത്ഥതയോടെ നിൽക്കുവാൻ പര്യാപ്തമായി തീരണമെങ്കിൽ നമ്മുടെ മനോഭാവങ്ങളിൽ വ്യത്യാസം വരണം, സാഹചര്യങ്ങളിൽ വ്യത്യാസം വരണം. എന്നും കൊണ്ടും ഒരുപോലെ ഇരിക്കുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തില് നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്, വിശുദ്ധി എന്ന് പറയുന്നതിന് യാതൊരു വിധമായ മാലിന്യം കൽപ്പിക്കാത്ത ലോകമായി നമ്മുടെ ലോകം മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, പെന്തക്കോസ്ത് സമൂഹങ്ങളൊക്കെ വളരെ കുലങ്കഷമായി ആധികാരികമായി എപ്പോഴും എടുത്തു പറയുന്നെങ്കിലും ഇന്ന് വരെ ശരിയായ നിലയിൽ മനസ്സിലാക്കാൻ പോയതാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, വിശുദ്ധിക്കും വേർപാടിനും ദൈവസന്നിധിയിൽ പരമാർത്ഥമായ ഒരു സ്ഥാനമുണ്ട്. അത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു നല്ല അവസ്ഥ കാഴ്ചവെക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ പര്യാപ്തരാക്കി മാറ്റുവാൻ നാം തയ്യാറാകേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. തീവ്രമായ മാനസിക അധ്വാനം കൊണ്ട് മനസ്സ് തകർന്നവർക്ക് ക്ഷീണിപ്പിക്കുന്ന ചിന്തകളിൽ നിന്ന് വിശ്രമം ആവശ്യമാണ്. എന്നാലും അവരുടെ മാനസിക ശക്തികളെ പ്രവർത്തിപ്പിക്കുന്നത് തെറ്റും അപകടകരവും ആണെന്ന് അവരെ ഉപദേശിക്കുന്നത് ഒരു പരിധി വരെ അവരുടെ സ്ഥിതി യഥാർത്ഥ സ്ഥിതിയിൽ നിന്നും മോശമാണെന്നുള്ള കാഴ്ചപ്പാടിലേക്ക് അവരെ നയിക്കും. നമുക്കറിയാം, ഇന്നത്തെ ലോകത്തിൽ നോക്കിയാൽ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് ചില ദിവസങ്ങൾ മുൻപ് 50 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സുഹൃത്ത് അത് പെട്ടെന്ന് മരണപ്പെട്ടതായ ഒരു ദുഃഖവാർത്ത എന്റെ ചെവിയിലെത്തി. ഞാൻ അതിന്റെ കാര്യകാരണങ്ങൾ അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയുവാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് ലിവറിന് ഡിസീസ് ആയിരുന്നു, അല്ലെങ്കിൽ അതിന് രോഗം പിടിച്ചിരുന്നു എന്നുള്ളതാണ് അറിയുവാൻ കഴിഞ്ഞത്. എന്താണ് ഇതിന്റെ കാരണം? ചെയ്യരുത്, അരുത്, അരുത് എന്ന് ലോകം വിളിച്ചു പറയുന്ന അനേക സാന്മാർഗിക ഉപദേശങ്ങളെ പുറകിൽ ചവിട്ടിക്കളയുന്ന ഒരു നിലയിലേക്ക് ലോകം എത്തിയിരിക്കുകയാണ്. ഇന്ന് സമൂഹങ്ങളിൽ പാപമംഗലമായ അവസ്ഥകൾ നിമിത്തം രോഗത്തിൻ്റെതായ എല്ലാ സാഹചര്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. ആയതുകൊണ്ട് ഒരു കാര്യം പറയാം, ഒരു വിശുദ്ധിയുടെ ജീവിതം നയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പരമാർത്ഥതയോടെ നിൽക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുന്നതായ പരമപ്രധാനമായി വിളി കേട്ടുകൊണ്ട് ജീവിത വിശുദ്ധിയോടെ നിലകൊള്ളുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. എന്റെ ജനമായുള്ളവരെ, അവരുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെ, അവരുടെ പാപങ്ങളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുകയും. ഈ ഒരു സാഹചര്യത്തിലേക്ക് ദൈവമായ കർത്താവ് നമ്മെ നയിക്കട്ടെ, നടത്തട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ പ്രഭാതജാഗരണ ശുശ്രൂഷ കേട്ട എല്ലാ മാന്യരായ ദൈവമക്കളെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേഗത്തിൽ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യനും മഹാപരിശുദ്ധനും സ്നേഹസമ്പൂർണനുമായ ദൈവമേ, ഒരിക്കൽ കൂടി അവിടുത്തെ വചനവുമായി അവിടുത്തെ സന്നിധിയിൽ നിർപ്പാൻ അടികളെ സഹായിച്ചുകൊണ്ട് സ്തോത്രം. വിശുദ്ധിയും വേർപാടും ആചരിക്കുന്ന ഒരു സമൂഹമായി ഞങ്ങളെ മാറ്റണമേ. ഭയഭക്തിപൂർവ്വം ദൈവത്തെ സേവിക്കുവാനും ആരാധിക്കുവാനും വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. ഇന്ന് പകൽക്കാലം ദൈവജനം ദൂരത്തും ചാരിത്തുമായിരുന്നു കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഈ പ്രഭാതം ഒരു അനുഗ്രഹത്തിന്റെ പ്രഭാതമാക്കി അവർക്ക് മാറ്റണം. എല്ലാ നിലയിലും അവരുടെ ജീവിതം ധന്യമായി തീരുവാൻ സഹായിക്കണം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തില് ഏറ്റവും താഴ്മേടികൾ അപേക്ഷിക്കുമ്പോൾ കരുണയുള്ള ദൈവമേ, കൃപയുടെ യാത്ര കേൾക്കുമാറാകണമേ. ആമേൻ. ഈ പ്രഭാതജാഗരണ ശുശ്രൂഷ കേട്ട എല്ലാ മാന്യരായ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആമേൻ.